ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഴം ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. പഴം വെച്ചിട്ട് നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന മറ്റേ വലിയ ബോണ്ട പോലത്തെ അല്ല, അതിനേക്കാളും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെ, നല്ല ചൂടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ പഴമൊക്കെ വരുമ്പോൾ, ബാലൻസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആവശ്യമായത് ഞാൻ 9 പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 കപ്പ് മൈദ, 3 വലിയ ടീസ്പൂണ് ആട്ടപ്പൊടി എടുത്തിരിക്കുന്നത് പഴം ബോണ്ട ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കൂടുതൽ പഴുപ്പായിട്ടിരിക്കുമ്പോൾ നമുക്കത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ. ഇതിപ്പോൾ അത്ര അധികം പഴുപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഴം ബോണ്ട ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 9 പഴമാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഈ ചട്ടിയിലേക്ക് പൊളിച്ചിട്ടിട്ട് നന്നായിട്ട് എന്തങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ടീസ്പൂണിൽ 3 ടീസ്പൂൺ നമ്മുടെ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഉരുക്കി അരിച്ചെടുത്ത ശർക്കരയാണ്. അപ്പോൾ നമ്മളിതിൽ മൈദപ്പൊടി, ആട്ടപ്പൊടി, ശർക്കര, ഏലക്കായപ്പൊടി, ഇതാ ഒരു പിഞ്ച് ഉപ്പ് ബാലൻസ് ചെയ്യാൻ. ഇനി മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, വേറെ പാത്രത്തിൽ, ചില്ലിൻ്റെ പാത്രത്തിലൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വയ്ക്കാം. ഞാൻ മൺപാത്രത്തിൽ വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ബോളായിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിപ്പത്തിൽ അത്രച്ച വലിപ്പം വേണ്ടിച്ചെങ്കിൽ അത്രച്ച വലിപ്പം വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടു. എന്താ, നമുക്കിഷ്ടമുള്ള വലിപ്പം അനുസരിച്ച് ഇടാം. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഉള്ളു വേവണം. ഫുള്ളിൽ വയ്ക്കണ്ട. ആദ്യം ഫുള്ളിലിട്ടിട്ട് പിന്നെ സിമ്മിലിടുക. എന്നിട്ട് നല്ല സോഫ്റ്റാണ് ഈ പഴം ബോണ്ട. നല്ല ഹാർഡായ പഴം ബോണ്ട അല്ല അത്. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണയൊന്നും അധികം കുടിക്കില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എടുത്തതിന് ശേഷം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതാ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. ഞാൻ എടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പഴം ബോണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പമാക്കാം. ഇത് നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന ബോണ്ട അല്ല അത് ഇത്ര സോഫ്റ്റ് ഉണ്ടാവില്ല. അത് ഭയങ്കര നല്ല ചൂടുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. കണ്ടോ, ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. ഇതിൽ നല്ല കൂടുതൽ പഴമൊക്കെ ഉള്ള കാരണം നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊട്ടിക്കാൻ പറ്റണില്ല ചൂടുകൊണ്ട്. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. ഞാൻ രാത്രിയാണ് പിടിക്കുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ടാറ്റ, ബൈ ബൈ.